ഇന്നത്തെ ഹോം ഗാർഡൻ എപ്പിസോഡിൽ നമ്മുടെ വീട്ടിലുള്ള റോസിൽ ഇതുപോലെ നിറയെ പൂ പിടിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ഒറ്റ ചട്ടി ചെടിയിൽ നിന്ന് തന്നെ ഏകദേശം 10ഓളം റോസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ഇതുപോലെ ഏകദേശം 5-6 റോസൊക്കെ ഈസി ആയിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈറ്റ് പിങ്ക് കളറാണ്. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. അപ്പോൾ മൈസൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചെടുത്തതാണ്. ഞാൻ കമ്പ് നട്ട് പിടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന് നിറയെ പൂക്കൾ മാത്രമല്ല, നിറയെ മുട്ടുകളും ഉണ്ട്. അപ്പോൾ ഞാനിതെങ്ങനെ നടുന്നു, ഇതിന് എന്തൊക്കെ വളങ്ങളാണ് പ്രയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണിത്. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ സെക്ഷനിലോട്ട് കിടക്കാം, സെലക്ഷൻ ഓഫ് റോസ്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും നഴ്സറിയിൽ നിന്നും ബഡ് റോസ് ആയിരിക്കും വാങ്ങുന്നത്. അത് വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കെയർ കൊടുക്കണം. എന്നാൽ ഇതുപോലുള്ള നാടൻ റോസ് ആണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ നിറച്ചു പൂക്കുകയും ചെയ്യും, കാര്യമായിട്ടുള്ള കെയറും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഈ നാടൻ റോസ് പല കളറുകളിലുണ്ട്. അത് മാക്സിമം ആയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത സെക്ഷനോട്ട് പോകാം, പോട്ടി മിക്സ്. ഇതിലോട്ട് ആദ്യമായിട്ട് വേണ്ടതാണ് ഗാർഡൻ സോയിൽ. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഏകദേശം നല്ലൊരു ഫലഭൂഷ്ടിയായിട്ടുള്ള മണ്ണ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ കരിയിലൊക്കെ വീണെടുക്കുന്ന നല്ലൊരു ഭാഗത്തു നിന്നാണ് മണ്ണ് എടുത്തത്. ഇതിലോട്ട് നമ്മൾ കുമ്മായം ചേർത്തിട്ട് 7 ദിവസം വരെ ട്രീറ്റ് ചെയ്യാം. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അമ്ലത്വ ഗുണമുള്ള മണ്ണാണ് റോസ് വളർത്താൻ ഏറ്റവും അനുയോജ്യം. അടുത്തതായിട്ട് വേണ്ടതാണ് റിവർ സോയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് മണൽമണ്ണ് ഇവിടെ നിന്ന് ശേഖരിക്കുന്നുണ്ട്. അത് നമ്മൾ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നു. മണ്ണിലുള്ള എന്തെങ്കിലും കുമിളോ ഫംഗസോ ഒക്കെ നശിച്ചു പോകാനാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നത്. ഇനി ഒരു പോട്ടി മിക്സ് നമുക്ക് മിക്സ് ചെയ്യാം. 2/4 എന്ന റേഷ്യോയിലാണ് ഗാർഡൻ സോയിൽ എടുത്തിരിക്കുന്നതെങ്കിൽ 1/4 എന്ന റേഷ്യോയിലാണ് ഈ ഒരു മണൽമണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മണൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മണ്ണിലുള്ള എയറേഷനും ഡ്രെയിനേജൊക്കെ കൂട്ടിയിട്ട് വേര് നന്നായിട്ട് വളരാൻ അത് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് എന്തെങ്കിലും കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ആഡ് ചെയ്യാം. ഞാൻ ചാണകപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതും 1/4 എന്ന റേഷ്യോയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടി മിക്സിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. എല്ലാ ഭാഗത്തും യൂണിഫോം ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് ഉമി ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്. ഇവിടെ കുറച്ച് ഉമി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തെന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഉണങ്ങി കഴിഞ്ഞ് നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫലഭൂഷ്ടിയുള്ള ഈ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ റോസ് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്തത് ഐഡിയൽ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സിനെ ഞാൻ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നനച്ചു കൊടുത്ത ശേഷം ഞാൻ ഇങ്ങനെ കയ്യിലെടുത്ത് ഉരുട്ടിയെടുത്ത് ഉരുളയാക്കുന്നു. ഈ ഉരുളയാക്കിയതിനെ ജസ്റ്റ് ഒരു പിടി പിടിച്ചാൽ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോകണം. അപ്പം ഇതാണ് ശരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സിൻ്റെ പരുവം എന്ന് പറയുന്നത്. അല്ലാതെ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് ഒരു കളിമണ്ണ് പോലെയാണ് പോട്ടി മിക്സ് ആണെങ്കിൽ അതിൽ വെള്ളം നന്നായി കെട്ടിക്കെടുക്കുകയും വേര് ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത സെക്ഷനാണ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഒരു തണ്ടിൽ നിന്ന് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് ഒരു റോസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇളങ്കമ്പാണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നല്ല മൂത്ത കമ്പ് വേണം വെക്കാമെന്നാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ഇളങ്കമ്പ് വെക്കുന്നതാണ് പെട്ടെന്ന് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ചും കൂടി ഈസി. അപ്പോൾ താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നുണ്ട്. കാരണം മണ്ണുമായിട്ട് കോണ്ടാക്ട് വന്നാൽ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞ ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സിലോട്ട് ഈ ഒരു കൊമ്പ് നമ്മൾ ഇറക്കി വയ്ക്കുന്നു. ഇനി ഇത് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം. ഓവറായിട്ട് നനച്ചു കൊടുക്കണതല്ല, എന്നാലും ഈ മണ്ണിൽ നനവ് വിട്ടു പോകാൻ പാടില്ല. നമ്മൾ ഡെയിലി ഇതിനെ നനച്ചു കൊടുക്കണം. പിന്നെ വെയിലില്ലാത്ത ഭാഗത്ത് എവിടെയെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത സെക്ഷനാണ് പ്രൂണിങ്. അപ്പോൾ ഇതുപോലെ നിറയെ റോസൊക്കെ പിടിക്കണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ റോസിനെ ഒന്ന് വെട്ടിക്കൊടുക്കണം. ഓരോ റോസും ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ താഴോട്ട് ഏകദേശം 5 ഇതൾ ഇലയുടെ മുകൾ ഭാഗത്ത് വെച്ച് ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ കട്ട് ചെയ്യണം. കാരണം ഈ ഒരു ഭാഗത്തു നിന്നാണ് പുതിയ മുകുളം വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 5 ഇതൾ ഇലയ്ക്ക് മുകളിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് ഒരു 45 ഡിഗ്രിയിൽ നിങ്ങൾ ആ പൂവ് വെട്ടിക്കളയണം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹാർഡ് പ്രൂണിങ് ആണ്. കാരണം എൻ്റെ റോസ് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചു, മുകളിലോട്ട് നല്ല നീളം വെച്ച് പോയിട്ടുണ്ട്. ഇതുപോലെ ചെടി ആവശ്യത്തിലധികം വളരുകയും അതുപോലെ തന്നെ എന്തെങ്കിലും മുരടിപ്പൊക്കെ ഉണ്ടായാൽ ഹാർഡ് പ്രൂണിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹാർഡ് പ്രൂണിങ് ആണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ശിഖരങ്ങളും ഏകദേശം ഒരേ ഹൈറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 45 ഡിഗ്രി ആംഗിൾ ചെരിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. മാത്രമല്ല 2 നോഡ്സിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ. കാരണം ഓരോ നോഡിൽ നിന്നാണ് പുതിയ റോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു മുകുളം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ മുകുളങ്ങൾ ഓരോ ബ്രാഞ്ചിലും ഉണ്ടാകുന്നുണ്ട്. കുറച്ച് മുകളിലോട്ട് മാറ്റിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയ തളിർപ്പുകൾ വരുമ്പോഴാണ് അതിലൊക്കെ പുതിയ മുട്ടുകൾ ഉണ്ടാകുക. ഓരോ തളിർപ്പിലും ഓരോ മുട്ടുണ്ടാവും റോസിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പുതിയ തളിർപ്പുകൾ നന്നായി ഉണ്ടാവുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാ ശിഖരങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഞാൻ ഇത്രത്തോളം ശിഖരങ്ങളാണ് മുറിച്ച് മാറ്റിയത്. ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ചെടികളാക്കാം. അത് നമ്മൾ എങ്ങനെയാണെന്ന് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് വളപ്രയോഗം ചെയ്യണം.
ചെയ്യണം, നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ ഒരു തവണ കൂടി എങ്ങനെയാണ് ഹാർഡ് പോണിങ് ചെയ്തതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കമ്പിൽ പുതിയ മുകളങ്ങൾ വരുന്നതിനും കുറച്ച് മുകളിൽ കയറ്റിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 45 ഡിഗ്രി ആംഗിൾ ചെരിച്ചാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അടുത്ത പോർഷനിലോട്ട് പോകാം. അടുത്തതാണ് വളപ്രയോഗം. ഞാൻ എൻ്റെ റോസിനും പച്ചക്കറികൾക്കൊക്കെ എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കാറുള്ളത്. അതാവുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇതിലോട്ട് വേണ്ടി ആദ്യമായി വേണ്ടത് കുറച്ച് എല്ലുപൊടിയാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത് കുറച്ച് കടലപ്പിണ്ണാക്കാണ്. ഇത് ഈ വളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇനി ഇതിലോട്ട് വേണ്ടതാണ് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. മണ്ണിലുള്ള കീടബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കും. ഇനി കുറച്ച് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എന്നതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ബക്കറ്റിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ പച്ച ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണകരമാണ്. അതുകൊണ്ട് കുറച്ച് പച്ച ചാണകം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു വഴിയെടുത്ത് മിക്സ് ചെയ്ത് അതിലെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം വേണമെങ്കിൽ കഞ്ഞിവെള്ളവും ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് കുറച്ച് ദിവസം പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇത് അടച്ച് വെക്കുക. ഇനി ഇത് നമ്മൾ ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് വെള്ളം ചേർത്ത് ലയിപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. വളപ്രയോഗം ചെയ്തതിന് മുമ്പ് ഞാൻ കുറച്ച് ഡോളമൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റോസിന് എപ്പോഴും pH ഒരു 6-നും 7-നും ഇടയിൽ നിൽക്കുന്നതാണ് ഉത്തമം. അപ്പോൾ കൂടുതൽ അസിഡിക്കും കൂടുതൽ ബേസിക്കും ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഡോളമൈറ്റ് ഇട്ടിട്ട് മണ്ണിൻ്റെ pH കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ലറി ഉണ്ടല്ലോ, അതെടുത്ത് ഏകദേശം ഒരു കപ്പിന് 10 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ ഞാൻ ലയിപ്പിച്ചിട്ട് അത് ഓരോ കപ്പ് ചെടികൾക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പച്ചക്കറികൾക്കും പൂക്കൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജൈവ സ്ലറിയാണ്. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിൽ നിറയെ റോസ് കൊണ്ട് നിറയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ ബഡ് റോസസും ഇനിയും കൂടുതൽ നാർഡൻ വെറൈറ്റി റോസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും നാടൻ റോസസ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്ത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ നോക്കാം.